സീരീസിന്റെ മുതിർന്ന അംഗങ്ങളും ചെറിയ അംഗങ്ങളും ഇന്ന് ഇങ്ങനെ പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കാര്യങ്ങളുണ്ട്. ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്ന ഇന്നലെ അതിഗംഭീരമായ മീറ്റിംഗ് കഴിഞ്ഞു. ഇന്ന് രണ്ടാം ദിവസം നമ്മുടെ മീറ്റിംഗിനൊപ്പം തന്നെ ഭിന്നശേഷി മേഖലയിൽപ്പെട്ട എടുക്കലായിട്ടുള്ള IAS അടക്കം സമ്മാനം ഇപ്രാവശ്യം IAS അടക്കം വാങ്ങിച്ച ഭിന്നശേഷിപ്പെട്ട വ്യക്തിത്വങ്ങൾ സംസ്ഥാനത്തെ ഭിന്നശേഷി കോർപ്പറേഷന്റെ ചെയർമാൻ വിശദത്തിലുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയാടനാണ്. അവർ വരുന്നുണ്ട്, വരുന്നുണ്ട്. എല്ലാവരും നല്ലൊരു പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ യൂണിവേഴ്സിറ്റി ആദ്യത്തെ പ്രോഗ്രാമാണ് ഇങ്ങനെയുള്ള സർവ്വവ്യവസ്ഥ. യൂത്ത് ലീഗൊക്കെ ഏറ്റവും മിടുക്കനായ ആൾക്കാരാണ്. യൂത്ത് തന്നെ നിരവധി കോഴ്സുകൾ നടക്കുന്ന സാധാരണ. എനിക്ക് എന്റെ ജീവിതത്തിലെ വലിയ അനുഭവമാണ്. ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് രണ്ടുപേരെ കാണുന്നത്. ആരെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആദരിക്കുന്നത് ചോദിച്ചാൽ ഉത്തരവില്ല. എന്റെ കൂടെ പഠിച്ചാണ് ആവശ്യങ്ങൾ. പക്ഷേ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ. അതുപോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒക്കെ ആണെങ്കിലും ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഇങ്ങനെ ഒന്ന് കൈപിടിക്കാൻ അനുവാദം വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. ഞാൻ നമസ്കാരമല്ല പ്രസന്ന പറഞ്ഞതുപോലെ ഞാൻ വലിയ സന്തോഷത്തിലാണ്. കഴിഞ്ഞ ഒരു കമ്മിറ്റിയിലെ ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു അവസരം നിങ്ങളെല്ലാവരും കൂടി എനിക്ക് തന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി നല്ലൊരു നന്മയാക്കുന്ന സമൂഹത്തിൽ ഒരു പങ്കാളിയെ മാറുവാനും ഈ IUCDS നമുക്കൊരവസരം ഒരുക്കുന്നു. എതിരിക്കുന്ന ഏറെ ബഹുമാനായ ബാബുരാജ് സാർ, രാജു സാർ, മരിയമ്മ, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ല ദിവസമാണ്. ഇവിടെ ഇതായപ്പോൾ വളരെ നല്ല ഒരു കാര്യത്തിൻ്റെ പരാഗണം നടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്നും IUCDS ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് പഠിച്ചു പോയാലും അവരെ പിന്നെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിൽ കുറെ സ്നേഹ കുറവുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ ഡയറക്ടറായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ബാബുരാജ് സാർ. ഈ യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ് നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തും. അതിനു മുമ്പ് തന്നെ IUCDS ഇത് നടത്തി കഴിഞ്ഞു. ശേഷമാണ് UGC പറയുന്നത് നിങ്ങളുടെ ഏക യൂണിവേഴ്സിറ്റിയാണ് എന്ത് നടത്തിക്കൊള്ളത്. നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് IUCDS നേരത്തെ എഴുതിയതാണ്. ഇപ്പോഴും ഏക യൂണിവേഴ്സിറ്റി 18ഓളം കോഴ്സുകൾ, ഇന്നലെ വന്ന പുതിയ കോഴ്സുകൾ, ഇപ്പോൾ പുതിയ മെഡിക്കൽ സയൻസിൻ്റെ പുതിയ കോഴ്സുകളുണ്ട്. ഡിസബിലിറ്റി അതിന് ക്യൂർ ചെയ്യാൻ ഡോക്ടർ ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. പ്രമുഖനായ ഗൈനക്കോളജി ഇപ്പോഴും സർവീസ് സാർ വന്നിട്ടുണ്ട്. മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കപ്പെടും. ഡിസബിലിറ്റി അതിനെ കുറയ്ക്കാനുള്ള പുതിയൊരു കോഴ്സ് നമ്മുടെ വന്നിട്ടുണ്ട്. അത് കോഴ്സിനെ കുറിച്ച് സമർപ്പിക്കുന്നുണ്ട്. സാറും ടീമൊക്കെ വരികയാണ്. അപ്പോൾ എവിടെല്ലാം ആധുനിക രീതിയിലുള്ള ചികിത്സാ രീതികളും പദ്ധതികളും പ്രൊജക്റ്റുകളും തത്വമുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഏറ്റെടുക്കുക. ഹെൽത്തിനാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ഒരു പദ്ധതിയായി പ്രൊജക്റ്റായി IUCDS മാറിയിരിക്കുന്നു. അടൽഫി യൂണിവേഴ്സിറ്റി തൊട്ട് നേപ്പാൾ യൂണിവേഴ്സിറ്റി തൊട്ട് കേരളത്തിലെ 39ഓളം സ്ഥാപനങ്ങളുമായിട്ട് MOU ഉണ്ടാക്കിയിട്ടുള്ള IUCDS, ഇത്രയും വിദ്യാർത്ഥികളുള്ള IUCDS MS കോഴ്സുകൾ 3 ബാച്ച് തുടങ്ങി ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ പാസ്സായി, UGC പാസ്സായി, എംഫിൽ നിർത്തിപ്പോയി, ഇംഹാൻസിൽ എംഫിൽ അഡ്മിഷൻ കിട്ടി, നെറ്റ് പാസ്സായി ആദ്യത്തെ ബാച്ചിലെ കുട്ടി ഇവിടെ അധ്യാപകമായി. ഇങ്ങനെ ഈ ചെറിയ ഇന്റർ യൂണിവേഴ്സിറ്റി ഇത് കേരളത്തിലെയും പ്രമുഖമായ എല്ലാ യൂണിവേഴ്സിറ്റിയും സക്ഷമമായിട്ടുള്ള ഡോക്ടർ ബാലചന്ദ്രൻ സാറിന്റെ സംഘടനയ്ക്കായിട്ട് നമ്മുടെ MOU ഉണ്ടാക്കി. അവരുടെ വിവിധ പദ്ധതികളുടെ പരിപാടി കേരളത്തിൽ അങ്ങോട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ കൊല്ലത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IUCDയുടെ ഭാഗമാണ് വിപിൻ വന്നിട്ടുണ്ട്. എനിക്ക് IAS കിട്ടിയ മോളൊക്കെ വരികയാണ്. നമ്മുടെ സാറ് സുഭാഷ് സാറ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭിന്നശേഷി അവകാശ നിയമം 2016 പുസ്തകം അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഇന്ന് കേരളം മുഴുവൻ എത്തിച്ചിരിക്കുന്ന സുഭാഷ് സാറ് വയനാട്ടിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നലെ ഉണ്ടായിരുന്നു വയനാട്ടിലുള്ള സ്ഥാപനങ്ങളിലുള്ള ജിഷാബി മാഡം വന്നിരുന്നു. ചുരുക്കത്തിൽ IUCDS കേരളം മുഴുവൻ അന്താരാഷ്ട്ര ഇന്ത്യ മുഴുവനും വ്യാപിച്ചെടുക്കുകയാണ്. നമ്മുടെ പ്രശസ്തി പേരും അത് പ്രവർത്തനത്തിലൂടെയാണ്. IUCDS കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ കമ്മീഷന്റെ നോബൽ ഓഫീസായിട്ട് വന്നതും നടക്കുന്നതും പേര് കൊടുത്തതും
നമ്പറോട് കാണാം. എൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേടിയില്ല, ഏത് രാത്രിയിൽ ആർക്ക് വേണം വിളിക്കാം. പിന്നെ നോക്കിസ്റ്റാറുണ്ട്, ജിനിമോളുണ്ട്, നമ്മുടെ ഡേൻസിയുണ്ട്, ഗ്രേസിയുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം അറിയുന്ന 3 കുട്ടികൾ അവിടെ 4 പേരുണ്ട്. വെണ്ണിയുണ്ട് അവിടെ. ഞങ്ങൾക്ക് സ്പീക്കറാക്കുണ്ട്. ഇതിൻ്റെ മീറ്റിംഗ് വന്നപ്പോൾ സ്പീക്കറാക്ക് കിട്ടുന്നില്ല, വലിയ പാടാണ്. ഒരു സെഷന് 1000 രൂപ കൊടുക്കണമെന്നൊരു പരാതി നമ്മളിൽ IUCDC ഇവരുടെ 50 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം 100 ആക്കിയെന്നുള്ളൂ, നേരത്തെ 50 ഈ പൈസ എന്തെങ്കിലും സ്പീക്കറാക്കി കൊടുക്കുന്ന എനിക്ക് കൊണ്ടുവരുമ്പോഴാണ് അപ്പോഴാണ് അറിയുന്നത്. ആരും അറിയത്തില്ലല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സേവനങ്ങൾ അറിയണം. നമുക്ക് കുറച്ച് സ്പേസിൻ്റെ വിഷമമുണ്ട്, പുതിയ കോഴ്സ് തരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് IUCDCൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ മുഴുവനുമല്ല ലോകം മുഴുവനും അറിയട്ടെ എന്ന് വിശ്വം മുഴുവൻ ശോഭനമാകും വിശ്വൈകനാഥ പ്രണാമം. പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജ് സർ ഇന്നത്തെ ഈ ദിവസം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഏറെ ബഹുമാനപ്പെട്ട എക്സാം കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ ശ്രീ സർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഏറെ ബഹുമാനപ്പെട്ട മെമ്പർ സിൻഡിക്കേറ്റ് അഡ്വക്കേറ്റ് റജീത് സെക്രട്ടറി സർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സമരസ 2026 ഇന്നത്തെ ഈ ദിവസം ധന്യമാക്കുവാനായി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്പെഷ്യൽ സ്കൂളിലെ ഏറെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ഏറെ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് MSW വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് മാർച്ച് 25 ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഇന്റർനാഷണൽ കോൺഫറൻസ് ഇൻക്ലൂസീവ് ഫ്യൂച്ചേഴ്സ് 2031 എന്ന കോൺഫറൻസിന്റെ 2ാം ദിനമായ ഇന്ന് സമരസ 2026 എബിലിറ്റി ഫെസ്റ്റ് എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ ഈ വേദിയിൽ തുടക്കം കുറിക്കുകയാണ്. ഏറെ സന്തോഷമുള്ള ഈ എബിലിറ്റി ഫെസ്റ്റ് കേരള സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണറേറ്റ് ഓഫീസിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭം കുറിക്കുന്നത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ, ബാബുരാജ് സാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മഹാത്മാഗാന്ധി സർവകലാശാലയിലും കേരള സംസ്ഥാനത്തിലും ഏറെ അഭിമാനമാണ്. ഈ നിമിഷത്തിൽ സമരസ 2026 പേരിലും ഇന്നത്തെ ഈ യോഗത്തിന്റെ പേരിലും ഇവിടെയിരിക്കുന്ന ഓരോ ആളുകളുടെ പേരിലും ഏറെ ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജ് സാറിനെ ഈ രീതിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ ഏറെ ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ ശ്രീ സാറിനെ സമരസ 2026 പേരിലും എബിലിറ്റി ഫെസ്റ്റിന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെ പേരിലും ഏറെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് കേരള സംസ്ഥാനത്തിന് ഏറെ അഭിമാനമായ യാസിനെ സമരസ 2026 പേരിലും മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ പേരിലും ഏറെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എബിലിറ്റി ഫെസ്റ്റിലേക്ക് എത്തപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളെയും നല്ലവരായ
ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഭാവിയുടെ കരുപ്പിന് തയ്യാറാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഇന്ന് റാങ്കിങ്ങിലും ഇന്റർനാഷണൽ ലെവലിലും അതല്ലാതെ ഏഷ്യ, UK എന്നീ രാഷ്ട്രങ്ങളിലെ സർവേയിലൊക്കെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന NG യൂണിവേഴ്സിറ്റി. അതിന്റെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ എന്നുള്ള ചെറിയ സെന്ററിന്റെ ഈ വർഷത്തെ സമരസ എന്നുള്ള പ്രോഗ്രാം അന്താരാഷ്ട്ര സെമിനാറും ഭിന്നശേഷി മേഖലയിലെ പ്രാവീണ്യം തെളിയിച്ച കഴിവ് തെളിയിച്ച IAS അടക്കം ഈ പ്രാവശ്യം നേടിയ വിടുതലായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു സമ്മേളനം കൂടിയാണ് NG യൂണിവേഴ്സിറ്റി. ബഹുമാനത്തോടെ കൂടിയായിരിക്കുന്ന സുപ്രീംകോടതി സെക്രട്ടറി സാറ്, ഒപ്പം തന്നെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ സാറ്, സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന അഡ്വക്കേറ്റ് AR കേരളത്തിൽ അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ബാലചന്ദ്രൻ സാർ, സൂപ്രണ്ട് ഓഫ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഇവരെല്ലാം അറിയപ്പെടുക. എല്ലാവർക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ട്. നിങ്ങൾ കണ്ടറിയാം. എന്നെക്കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് പോകാനാണ് ഈ പറഞ്ഞ എല്ലാവർക്കും. ഒപ്പത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം കഴിഞ്ഞ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് അർഹതരായ അറിയപ്പെടുന്ന എഴുത്തുകാരനും സിനിമാക്കാരനും സംവിധായകനും അഭിനേതാവും നമ്മുടെ സിനിമകളിലും ഉന്നതപൂർവ്വം കഴിഞ്ഞ സിനിമ അത്ഭുത ജീവിതത്തിൽ അഭിനയിച്ചതാണ് വിപിനൊക്കെ. ഇത് പേര് കേട്ടു ചോട്ട വിപിനെ. ഈ പ്രാവശ്യം സംസ്ഥാന അവാർഡ് കമ്മിറ്റി വന്നപ്പോൾ എനിക്ക് തോന്നി ചോട്ടാവിന്റെ പേരാണ്. ഞാൻ പ്രപ്പോസ് ചെയ്തു ചോട്ടാവിനെ സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു. അതെനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. എന്റെ കുട്ടി പറഞ്ഞാണ് ഞാനാണ് പേര് പ്രപ്പോസ് ചെയ്തത് സംസ്ഥാന അവാർഡ് കമ്മിറ്റിയിലേക്ക് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആയിരിക്കുന്ന നമ്മുടെ കലാകാരനായ അനുഗ്രഹീത കലാകാരനായ മുഹമ്മദ് യാസിൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഡൽഹി പോയി രാഷ്ട്രപതിയിൽ നിന്ന് വിശിഷ്ട അവാർഡ് വാങ്ങിച്ച മിടുക്കനായ ഇന്ത്യ കണ്ട കേരളം കണ്ട ഏറ്റവും 7ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു മിടുക്കൻ സംഗീതത്തിൽ തീർക്കുന്ന ഒരു മിടുക്കൻ. ആ മോനും എൻ്റെ പ്രിയപ്പെട്ട മോനാണ്. ഡൽഹി പോകുമ്പോൾ ഞാൻ പോകാണ് സാറേ, അവാർഡിന് പോകാനാണ്. ചെന്നു അവിടെ ചെന്ന് പറഞ്ഞൊക്കെ അയച്ചെന്നു. ഓരോ നിമിഷവും ഈ കുട്ടികളൊക്കെ കലാകാരൻ നാളത്തെ ഇന്ത്യയിലെ പ്രതിനിധികളാണ്. അവരൊക്കെ വന്നിട്ടുണ്ട്, മോൻ വന്നിട്ടുണ്ട്. കണ്ടോ 7ാം ക്ലാസ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മ പഠിക്കുന്നില്ല. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഈ മോൻ 2 വർഷം കൊണ്ട് ഓർമ്മ പഠിച്ചു. കാണാൻ യാസിനെ ആദ്യം പിടിച്ചിരുന്ന മോനെ നമ്മുടെ ദുഃഖമായിരുന്നു. കൂടി ഞാനും പ്രത്യേക സഹോദരിക്കും മോനെ അച്ഛനും ഈ പ്രാവശ്യത്തെ UPC വളരെ റാങ്കില് 397 റാങ്ക് വാങ്ങിച്ചു. സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 7 തലത്തിൽ ഈ അഡ്മിഷനിൽ ഓരോ ജില്ലയിലും 100, 150, 200 സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന് എത്രയോ കോടി രൂപ വെച്ചിട്ടാണ്. മറ്റ് ഫോൺ കൊടുക്കാൻ പോകുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ്, ലോണുകൾ, വീട് വയ്ക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ, പരിശീലന ലോകം മൊത്തത്തിലുള്ള എല്ലാ ജില്ലകളും നേടേണ്ടതാണ്. മഴത്തെ കണ്ടത് മാഡം ഒരു കൈകത്തിന്റെ ബുദ്ധിമുട്ട് കയറുന്ന ഒരു മാഡമാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിരുന്നു. നടക്കണം. ഈ പ്രാവശ്യം സുശക്തി എന്നുള്ള പദ്ധതി കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ എല്ലാം ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ IUCയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ അവർ ബാങ്കുമായി അഭിനന്ദനം കാണിച്ചുകൊണ്ട് അതിന്റെ വേദിയിൽ നിന്ന് അവിടെ ഇവിടെ കഴിഞ്ഞ മാസം ഉണ്ടായി. MG യൂണിവേഴ്സിറ്റി എല്ലാ മേഖലകളിലും ഓടി ചെല്ലും. ഗവൺമെന്റിന്റെ ഏത് പദ്ധതി ഉണ്ടെങ്കിലും അഡ്വക്കേറ്റിന്റെ ഏറെയാണ് ചെയ്തത്. അതിന് ഏറ്റവും വിലപ്പെട്ട ആക്ട് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോളേജിൽ, ഏത് ഡിപ്പാർട്ട്മെന്റിലും ഈ ആക്ടിന്റെ മേലെ ഒന്നും പറഞ്ഞില്ല. ഇതാണ് അങ്ങനെയുള്ള ആക്ടുമായി ബന്ധപ്പെട്ട കമ്മീഷൻ പ്രധാനപ്പെട്ട നോഡൽ സെന്റർ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു യൂണിവേഴ്സിറ്റി ആദ്യം നടന്നത് MG യൂണിവേഴ്സിറ്റിയാണ്. സാർ പറഞ്ഞ PC ബാബുരാജ് സാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇന്നലെ കൊണ്ടുവന്നു നോഡൽ സെന്റർ. MG യൂണിവേഴ്സിറ്റി ഇനി പോകണം. അന്താരാഷ്ട്രത്തിലല്ല, ഇത് അപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പോകണം. ഇപ്രാവശ്യം ചാൻസലർ അവാർഡ് വാങ്ങിക്കും, NIR വാങ്ങിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വ മേഖലകളുണ്ടോ അടുത്ത
ആദ്യ മേഖലയിൽ അവാർഡ് വാങ്ങി സ്കോർ വാങ്ങി ഇതെല്ലാം വിശിഷ്ട ഒരു വലിയ സ്റ്റെപ്പ് കാണാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൊണ്ട് ഒപ്പം തന്നെ ഇവിടെ ആയിരുന്ന പ്രിയാകാന്തിരുന്ന മോള് എവിടെ പോയാലും കാണാം ആ കുട്ടി. വൈകിട്ടൊന്നും അല്ലാതുള്ളത് ബാങ്കിലുള്ള മോള് 2 കൈയില്ല ആ കുട്ടി കാലുകൊണ്ട് കാലോടിക്കുന്ന കുട്ടിയായിരുന്നു. വിളിക്കാതിരുന്നത് 2 വർഷം മുമ്പ് ആ കുട്ടിയെ ഇപ്പോഴും കൈപിടിച്ച് വ്യക്തി അഭിനന്ദിച്ചാൽ 2 കൈയില്ല 2 കാലം കൊണ്ട് ദേശീയ ആദ്യത്തെ കാലുകൊണ്ട് കാലോടിക്കുന്ന കുട്ടി നമ്മോടാണ്. ക്ലാസ്സിലെത്ത വിദ്യാർത്ഥി എൽപിൽ ജോയിൻ ചെയ്തു. എംഎസ്ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ട് എൽപിൽ ഇന്ത്യയിൽ മുഴുവൻ എത്തിക്കഴിഞ്ഞു. എവിടെയില്ല. അപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും ഈ പരിപാടിക്ക് വരിക എന്നത് എന്നിലെ ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്കറിയാം. ഞാനിവിടെ 1 മണിക്കൂർ അല്ലെങ്കിൽ യാത്രയടക്കം 2.5 മണിക്കൂർ മാറിപ്പോകുമ്പോൾ എൻ്റെ പാർട്ടിക്ക് കിട്ടേണ്ട 100 അല്ല 1000 വോട്ട് കിട്ടാതെ പോയാലും എനിക്കൊരു ദുഃഖവുമില്ല. അതിൽ എത്രയോ ശ്രേഷ്ഠമാണ് ഇവിടെ എത്തുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ബോധം വീണപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇനി ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കും? ജന്മന ചിലപ്പോൾ നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷേ ലോകം ഈ ഭീകരത വിധിക്കുമ്പോൾ ആരാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന ചോദ്യം ഉറക്കെ ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനല്ല എന്ന ബോധ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എന്റെ ശരി അത് ഈ സമൂഹത്തെ സ്നേഹിക്കുക എന്നുള്ള നന്മയുടെ ചിന്തയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉദ്യോഗം കൈപ്പിടിയുള്ള നമ്മുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ജസീല ജനങ്ങൾക്ക് സിനിമാ സംവിധായകനും നടനുമായിട്ടുള്ള സോട്ടാവിനി പാര പവർ ലിഫ്റ്റിംഗ് കാറ്റഗറിക്ക് സ്വർണം നേടിയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള പ്രിയാനക്ക് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിൽ എന്നെ കരയിപ്പിച്ച ഒരു സിനിമയാണ് സിത്താര സെറീൻ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ കാണും, തീർച്ചയായിട്ടും കാണും.